ഹായ്, ഇന്ന് നമ്മൾ പാർട്ട് 8-ലാണുള്ളത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്താ പഠിച്ചത്? ഇഫ് എന്താണ്, എൽസ് എന്താണ് നമ്മൾ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഇഫ് എന്താ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എൽസ് പ്രിന്റ് ചെയ്യും അല്ലെ. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ വന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 10 ആണ് 20യേക്കാളും വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സംഭവം പ്രിന്റ് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യണം, അതായത് ഓക്കെ 10 20നെക്കാളും ചെറുതല്ല, 30നെക്കാളും ചെറുതാണോ, വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? അതാണ് എൽസിഫ്. ഇന്ന് എൽസിഫിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ചെയ്തത് എന്താ വെച്ചാല്, ഇഫ് എൽസിന് വേണ്ടി നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേരിയബിൾ എന്താണ്, അതൊക്കെ അറിയാത്തവരെന്ത് ചെയ്യാം, വീണ്ടും നമ്മളെ പാർട്ട് 2 കാണാം. അവിടെ നിന്ന് എന്ത് ചെയ്യാം, കണ്ട് ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇൻറ്റ് കൊടുത്തു, ഞാനൊരു വേരിയബിൾ അസൈൻ ചെയ്യാണ്. വേരിയബിൾ നെയിം കൊടുത്തു നമ്പറാണ്. അപ്പൊ എന്ത് ചെയ്യും, അസൈൻ 10. ഓക്കെ, ഒരു വാല്യൂ, വീണ്ടും ഒരു വാല്യൂ വേണം, കോമ നം അസൈൻ 20. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, നം എന്നുള്ളത് 10 ആണ്, നം എന്നുള്ളത് 20 ആണ്. അപ്പൊ 20 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇൻറ്റ് നമ്മ എന്താണ് 10 ആണ്, വീണ്ടും നം എന്ന് വിളിച്ചാൽ 20 ആണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതായത് വേരിയബിൾ ഓൾറെഡി നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നമ്മന്ന്, വീണ്ടും നമ്മന്ന് ഡിക്ലെയർ ചെയ്യാൻ നോക്കിയാൽ എന്ത് ചെയ്യും, ജാവ നമുക്ക് എന്ത് ചെയ്യും, എറർ ത്രോ ചെയ്യും. എന്താ എറർ ത്രോ ചെയ്യുന്നത്? അതായത് നമ്മ ഓൾറെഡി ഡിക്ലെയർഡ് ആണ്, വീണ്ടും ഡിക്ലെയർ ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതി. അപ്പൊ എന്ത് ചെയ്യണം, നമ്മന്ന് മാറ്റി നമുക്ക് നം 1 എന്ന് കൊടുക്കണം ഞാൻ. ഓക്കെ, ഇവിടെ നം 1 എന്ന് കൊടുത്തു. അപ്പൊ നം 1 എന്നുള്ള രണ്ടാമത്തെ വേരിയബിൾ. ഓക്കെ, നം എന്നുള്ളത് 10 എന്നാണ്, നമ്പർ 20 ആണ്. ഓക്കെ, ഇങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇഫ് എഴുതുന്നു. ഇഫ് എൽസ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അത് കാണാത്തവർ അതും കാണാം. ഓക്കെ, ഇഫ് നമ്മിന്റെ വാല്യൂ എത്ര, 10, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ദാൻ 20. ഇപ്പൊ കണ്ടീഷൻ ട്രൂ അല്ലേ, 20 അല്ല, സോറി, നമുക്ക് എന്ത് ചെയ്യാം, നം 2 എന്നാക്കാം, നം 1 എന്നാക്കാം. ഓക്കെ, നം 1 എന്നാക്കി. അപ്പോൾ 20 മാറ്റി നം 1ന്റെ വാല്യൂ എത്ര, 20 ആണ്. നം എന്നുള്ളത് എന്താണ്, 10 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, നമ്മ് ചെറുതും നം 1 എന്നുള്ള 20 വലുതാണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യും. അപ്പോൾ ആണ് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. എന്താണ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്. എന്താണ്, നം ഇസ് സ്മോൾ. ഓക്കെ, ഇങ്ങനെ പ്രിന്റ് ആവും. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യും, എൽസ് എഴുതി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ എന്ത് ചെയ്യും, സംതിങ് എൽസ് എന്നുള്ളത് കൊടുക്കും. ഓക്കെ, സംതിങ് ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഇനി എനിക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മ് ചെറുതും അതുപോലെ തന്നെ അതായത് നമ്മിന്റെ വാല്യൂ 10 ആണല്ലോ, നമ്പറിന്റെ വാല്യൂ 20 ആണ്. അപ്പൊ 20 അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലെസ് ദാൻ ഒഴിവാക്കിയിട്ട് ഗ്രേറ്റർ ദാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റർ ദാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്ത് എന്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ നടക്കുക, നമ്മ എന്നുള്ളത് 10 ആണ്, നം 1 എന്നുള്ളത് 20 ആണ്. സംഭവം നമ്മ എന്നുള്ളത് 10ഉം 20, കണ്ടീഷൻ ട്രൂ ആണോ, ഫോൾസ് അല്ലേ, അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മ എന്നുള്ളത് വലുതാവുമ്പോ, കാരണം വലുതല്ല, കാരണം വലുത ആവാത്ത കാരണം എന്താ, 10 ആണ്, നമ്പർ എന്നുള്ളത് 20 ആണ്. അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആവുമ്പോ നമുക്ക് എന്ത് വീണ്ടും ചെക്ക് ചെയ്യണം, എന്ത്, നമ്മ എന്നുള്ളത് വേറൊരു അതിന് തൊട്ട് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു വേരിയബിളും കൂടി അസൈൻ ചെയ്യാണ്. അത് ഞാൻ ഇവിടെ തന്നെ ചെയ്യും. ഓക്കെ, ഒരു വേരിയബിളും കൂടി ഞാൻ കൊടുക്കുകയാണ്, നം 2 30 കൊടുക്കുകയാണ്. ഓക്കെ,
കാണുന്നില്ലേ? കാണുന്നില്ലേ? നം ടു എന്നുള്ളത്, അതായത് NUM2 30. ഓക്കെ, 30 എന്നുള്ളതും കൂടി അസൈൻ ചെയ്യാണ്. അതായത് എനിക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതായത് എന്നുള്ള 10 ആണ് വാല്യൂ, നമ്പർ എന്നുള്ളത് 20 ആണ്. അതായത് എന്നുള്ളത് വലുതും എന്നുള്ളത് ചെറുതും ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അല്ല, കാരണം എന്താ, 10 എന്നുള്ളത് ചെറുതല്ലല്ലോ 20യേക്കാൾ, അല്ല വലുതല്ലല്ലോ 20യേക്കാൾ. അപ്പൊ എന്താണ്, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ എനിക്ക് വീണ്ടും ചെക്ക് ചെയ്യണം, എന്നുള്ളത് നം2നേക്കാൾ വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി എനിക്ക് ഇവിടെ കണ്ടീഷൻ കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ, എൽസ് ഇട്ടതുകൊണ്ട് എൽസിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് കണ്ടീഷൻ കൊടുക്കാൻ പറ്റൂല. കാരണം എൽസ് എന്ത് ബ്രേക്ക് ആയി, നമുക്ക് എൽസ് പിന്നെ വീണ്ടും വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റൂല. വേറൊരു ഇഫ് ഇട്ട് എന്ത് ചെയ്യേണ്ടി വരും, ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എൽസ് ഇഫ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഇപ്പൊ എൽസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്ത് മായിച്ച് എൽസിഫ് എന്നാക്കാണ്. അപ്പൊ എൽസിഫ് നമ്മളാക്കി. ഓക്കെ, എൽസിഫ് എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അതായത് ഇത് ഫോൾസ് ആണെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ നം1ഉം അതേപോലെ ഗ്രേറ്റർ ദാൻ നം1 ആണോ, ഇല്ല, കണ്ടീഷൻ ഫോൾസ് ആയി. എന്നിട്ട് താഴത്ത് വന്നു എൽസിഫ് എന്നാണ് കൊടുത്തത്. ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ എഴുതണം, അതായത് എന്നുള്ളത് ലെസ് ദാൻ നം2 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ട് കൊടുത്തതിന് ശേഷം ലെസ് ദാൻ നം2 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നേരെ നം1 ആണ്, ഇപ്പൊ നം2 ആണോ എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു മിനിറ്റ്. അപ്പൊ എന്തായെന്ന് വെച്ചാല് ഇവിടെ ഞാൻ ഇത് മായ്ച്ച് കളയാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ മായ്ച്ച് കളയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഫ് എഴുതി, ഇഫ് കണ്ടീഷൻ എന്ത് ചെയ്ത്, വലുതും നമ്മന്റെ വാല്യൂ 10 ആണ്, വലുതും നം1ന്റെ വാല്യൂ 20 ആണ്, ചെറുതുമാണോ ചെക്ക് ചെയ്തു, അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ വീണ്ടും എന്തായി, എൽസിഫിലേക്ക് വന്നു. എൽസിഫിൽ എന്താ ചെക്ക് ചെയ്യുന്നത്, ചെറുതും നം2ന്റെ വാല്യൂ എത്ര, 30, വലുതുമാണോ എന്ന് ചെക്ക് ചെയ്തു. വലുതാണ്, കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും, നേരെ എഫിൽ എന്താണ് എഴുതിയത് അതേപോലെ എന്ത് ചെയ്യാം, നമുക്കൊരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് കണ്ടീഷൻ ട്രൂ എന്ന് തൽക്കാലം ഞാൻ കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ എന്നാ കൊടുക്കണം. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ എന്തായി, അതിന്റെ സ്റ്റേറ്റ്, അതായത് ഈ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന്റെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, എനിക്ക് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണം, അതായത് ഇഫ് എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു, അപ്പൊ ട്രൂ അല്ല, ഫോൾസ് ആണ്. അപ്പൊ വീണ്ടും എൽസിഫിലേക്ക് വന്നു. ഇപ്പൊ ഇതെന്താണ്, അപ്പൊ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ട്രൂ ആകുമ്പോ എന്തായി, നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായി, പ്രിന്റ് ആയി, അല്ലെ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആയി. അപ്പോ എന്തുകൊണ്ട്, എങ്ങനെ പ്രിന്റ് ആയത്, എന്നുള്ളത് 10 ആണ്, നം2 എന്നുള്ളത് 20 ആണ്. അപ്പൊ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്തായി, നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആയി, അല്ലെ? ഇനി വേറൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് നമുക്ക് വീണ്ടും ഒരു കണ്ടീഷൻ ഇടാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇവിടെ ഫോൾസ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ എൽസിഫിലേക്ക് കയറിയത്. അപ്പൊ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, എന്താണ്, നമ്മൾ ഇത് മായ്ച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മഷി തീർന്നു എന്നാ തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ബ്ലാക്ക് മഷി എടുക്കാം. ഓക്കെ, ഓക്കെ, ഇത് ബ്ലാക്ക് ആണ്, സംശയം ഇത് ചെയ്യണ്ട, മഷി തീർന്നത് കൊണ്ടാണ് മാത്രം. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ആക്കി കൊടുക്കാണ്. ഓക്കെ, അപ്പൊ എന്നുള്ളത് എന്താണ്, വലുതും നം2 എന്നുള്ളത് ചെറുതും ആണോ, അല്ലല്ലോ, ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് കേട്ടോ, അതായത് റെഡ് മഷി തീർന്നുകൊണ്ടാണ് ഈ മാർക്കർ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കി കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, ഒരു മാറ്റമില്ല, അത് തന്നെയാണ്. അതായത് എന്നുള്ളത് 10ഉം നം2 എന്നുള്ളത് 30ഉം ആണ്. അപ്പൊ 30 എന്നുള്ളത് കണ്ടീഷൻ ഫോൾസ് അല്ലേ, കാരണം എന്താ, ന്റെ വാല്യൂ 10 ആണ്, നം2ന്റെ വാല്യൂ 30 ആണ്. അപ്പൊ 30 എന്നുള്ളത് ചെറുതും 10 വലുതുമാണോ, അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. വീണ്ടും നമുക്കൊരു കണ്ടീഷൻ എഴുതണം. ഓക്കെ, വീണ്ടും നമുക്കൊരു കണ്ടീഷൻ എഴുതണമെങ്കിൽ നമുക്ക് വീണ്ടും കൂടി എന്ത് ചെയ്യാം, അപ്പൊ എൽസിഫ് എന്നിട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എൽസ് ഇഫ് എന്നിട്ട് ഒരു കണ്ടീഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അതായത് നേരത്തെ ഇപ്പൊ കണ്ടീഷൻ എന്താ, ഒന്ന് നം10 ഇത് ഫോൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ
നമ്മും ഗ്രേറ്റർ ദാൻ നം ടു എന്താണ് കണ്ടീഷൻ ഫോൾസ് ആണ്. വീണ്ടും അപ്പൊ എന്ത് ചെയ്യും, ഈ എൽസിഫിലേക്ക് വരും. ആ എൽസിഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നം ഈക്വൽ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒക്കെ ഉപയോഗിച്ചു. നമ്മൾ എന്തില്ല, ഈക്വൽ ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല അല്ലെ. അപ്പൊ ഈക്വൽ ആണ് ഉപയോഗിക്കുന്നത്. നം ഈക്വൽ നം 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബ്ലാക്ക് ആണ് റെഡ് ആണ് മാറിപ്പോണ്ട, വേറെ ഒന്നും അല്ല, മഷി തീർന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ എൽസിഫ് എന്ന് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ കണ്ടീഷൻ എഴുതുന്നത് ഈക്വൽ ആണോ. ഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ അല്ലല്ലോ. കാരണം എന്താ, നമ്മ 10 ആണ്, നമ്പർ 1 എന്താണ് 20 ആണ്. കണ്ടീഷൻ ഫോൾസ്. അപ്പൊ ഫോൾസ് ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് SOP, അതായത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പിയിൽ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് കണ്ടീഷനിൽ എന്തെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പൊ ഇത് മൂന്നും ഫോൾസ് ആയതിനാൽ നമുക്ക് ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, അതായത് അവസാനം എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത ശേഷം എൽസ്, അതായത് ഒന്നുമല്ല, അതായത് ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണ്, എൽസിഫും ഫോൾസ് ആണ്, അതുപോലെ തന്നെ ഈ എൽസിഫും ഫോൾസ് ആണ്, തെറ്റാണ്. അതായത് ഈ കണ്ടീഷൻ ഓക്കെ അല്ല. അപ്പൊ അവസാനം ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എൽസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും, സംതിങ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാം. ഓക്കെ എന്നുള്ളത് പ്രിന്റ് ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എൽസിന്റെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇവിടെ എഴുതിയത്. അപ്പൊ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാ, റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, നം എന്നുള്ളത് 10 ആണ്, അതുപോലെ നമ്പർ എന്നുള്ളത് 20 ആണ്. ആ കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആകുമ്പോൾ നേരെ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റിൽ കിടക്കുവോ, ഇല്ല. അപ്പൊ നേരെ താഴത്ത് വരും. താഴത്ത് എൽസിഫിൽ ചെക്ക് ചെയ്യും, നമ്മ് വലുതും നം 2 ചെറുതാണോ, കണ്ടീഷൻ ഫോൾസ് ആണ്. കാരണം എന്താ, നമ്മിന്റെ വാല്യൂ 10 ആണ്, നം 2ന്റെ വാല്യൂ 30 ആണ്. അപ്പൊ നം 2 എന്നുള്ളത് ചെറുതും അതുപോലെ തന്നെ നം എന്നുള്ള വലുതും, കണ്ടീഷൻ ഫോൾസ്. അപ്പൊ എന്ത് ചെയ്യും, നേരെ താഴെ വീണ്ടും വരും, വീണ്ടും ചെക്ക് ചെയ്യും എൽസിഫ് എന്താണോ, നമ്മ് ഈക്വൽ നം ഈക്വൽ നം 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതായത് നം എന്നുള്ളത് 10ഉം ഈക്വൽ ആണോ, നം എന്നുള്ള 20നോട് ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പൊ അതും എന്താണ്, ഫോൾസ് ആണ്. അപ്പൊ നേരെ എന്ത് ചെയ്യും, അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് എൽസ് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ഇത് മനസ്സിലായില്ലേ? ഇത് ഇത്രയും കാര്യങ്ങളാണ് എൽസിഫ്. അതായത് ഒന്ന് മനസ്സിലാക്കുക, ഇഫ് എന്ന് വെച്ചാൽ ഇതാണെങ്കിൽ എന്ത് ചെയ്യും, ആ സ്റ്റേറ്റ്മെന്റ് ചെയ്യും. ഇതല്ല, വീണ്ടും ഇതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എൽസിഫ്. എന്നിട്ട് ഇതൊന്നും അല്ലെങ്കിൽ ആണ് എൽസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് എൽസിഫിന്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അത് ഒരു സംഭവം കൂടി ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല്, ഇപ്പോ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോണ്ടേ. അതായത് ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ ഇങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് പോകണം. ഇത് ബുദ്ധിമുട്ടല്ലേ ഒരിക്കൽ ശരിക്കും വെച്ചാൽ എൽസിഫ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ തവണ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്താണ്, ടഫാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി എളുപ്പമാക്കാൻ ഒരു സംഭവം കൂടി ഉണ്ട്. അതിപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നേരത്തെ ഇപ്പൊ പറഞ്ഞത് ഇഫ് എൽസിഫ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്. എന്താണ് ഇഫ് എന്ന് വെച്ചാൽ, ആ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം എൽസിഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എൽസിഫ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. പക്ഷെ ഇതിനൊരു നമുക്ക് സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സ്വിച്ച് കേസ് എന്നാണ് അത് പറയാ. സ്വിച്ച് വേറെ തന്നെ, കേസ് വേറെ തന്നെ. അത് നിങ്ങൾക്ക് എഴുതി ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ എന്താ ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്വിച്ച് കേസ് ആകുമ്പോൾ ഞാൻ നേരെ ഞാൻ കിടക്കാണ്. ഓക്കെ, സ്വിച്ച് എന്നുള്ള സംഭവം ഞാൻ എഴുതി. ഓക്കെ, സ്വിച്ച്. എന്നിട്ട് നമുക്ക് എന്ത്, സ്വിച്ചിന്റെ സിന്റാക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് സ്വിച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കണം. ബ്രാക്കറ്റ് ഉണ്ട്. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ടീഷൻ മനസ്സിലാക്കണം. ഈ കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന കേസസ് ആണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ എന്ത് ചെയ്ത്, ഇഫില് എ ലെസ് ദാൻ ഓർ ഈക്വൽ എന്നുള്ളത് എന്ത്
നമ്മൾ നോക്കി, അതായത് നം എന്നുള്ളത് വലുതാണോ നം ടുവിനേക്കാളോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി. അതുപോലെ സ്വിച്ച് കേസിന്റെ കാര്യത്തിൽ കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ഈക്വൽ കേസ് ഒന്നിനോടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കേസാണ് വരുന്നത്, പിന്നെ മൂന്നാമത്തെ കേസ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, അതിപ്പോ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻറ്റ്. ഓക്കെ, ഇൻറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു ഫോർ എക്സാമ്പിൾ നമ്പർ തന്നെ, നേരത്തെ നമ്മൾ നമ്പർ ഉപയോഗിച്ചതുകൊണ്ടാണ് നമ്പർ എന്നുള്ളത് നമ്പർ 10. ഓക്കെ, നമ്പർ 10 എന്നുള്ളത് ഞാൻ ഒരു ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ ടൈപ്പ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് സ്വിച്ച് കേസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പഠിക്കാം. അതിനു വേണ്ടി എന്ത് ചെയ്യണം, ആദ്യം സ്വിച്ച് എന്നുള്ള ഒരു കീവേഡ് ഉണ്ട്, സ്വിച്ച് എന്നുള്ള ഉപയോഗിക്കാം. ഓക്കെ, സ്വിച്ച് ഉപയോഗിച്ചതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് കണ്ടീഷൻ എഴുതേണ്ടത്. ഞാൻ കണ്ടീഷൻ എഴുതാൻ പോവാണ് നം. ഓക്കെ, നം. എന്നിട്ട് ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മ എന്നുള്ള കണ്ടീഷൻ നമ്മ മാത്രമാണല്ലോ, ഇതിൽ ഇത്ര മതി, നമ്മൾ മാത്രം മതി. ഇനിയാണ് കണ്ടീഷൻസ് ഓരോന്ന് ചെക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതിനു വേണ്ടി കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കേസ് എന്നുള്ള ഒരു സിൻടാക്സും കൂടി ഉണ്ട്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കേസ്. ഓക്കെ, കേസ് എന്നാണ്, അതായത് നമ്മൾ ചെക്ക് ചെയ്യും സ്വിച്ചിൽ നമ്പർ എന്താണെന്നുള്ളതാണ് ഇതിൽ വരുന്നത്. കേസ് 1 എന്നുള്ളത് ഇവിടെ കൊടുക്കുക, അതായത് ഒന്നാമത്തെ കേസ്, അതായത് ഈ നമ്പർ ഈക്വൽ 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? 1 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് ശേഷം അതായത് കേസ് 1 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഫുൾ കോളം ഇടുക. ഇതിന്റെ പേരാണ് ഫുൾ കോളം. ഫുൾ കോളം ഡബിൾ ഡോട്ട്സ് രണ്ടും. ഓക്കെ, മറ്റേത് സെമിക്കോളൻ ആണ്, ഇത് സെമിക്കോളൻ ആണ്, അതായത് ഒന്ന് ഡോട്ടും പിന്നെ ഒന്ന് കോമ ആകുമ്പോൾ അത് സെമിക്കോളൻ, ഇത് ഫുൾ കോളം. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, കേസ് 1 എന്ന് കൊടുത്തതിന് ശേഷം എന്നിട്ട് എന്താണോ പ്രിന്റ് ചെയ്യുന്നത്, അതായത് നമ്മ എന്നുള്ളത് കണ്ടീഷൻ പോകും, അതായത് നമ്മ ഈക്വൽ 1 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ആണോ? അപ്പൊ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ലെങ്കിൽ പ്രിന്റ് എന്താണ്, നമ്മളൊരു ഇതാണ് യെസ് കറക്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുത്താണ്, നിങ്ങൾക്ക് എന്തും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ സ്ട്രിങ്ങിനുള്ളിൽ ഔട്ട്പുട്ട് കാണാൻ എന്തും കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ ഒരു സിൻടാക്സ് ആണ്, നമുക്ക് ഈ കേസ് 1 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്തത്. അതായത് നമ്പർ 10 എന്നുള്ളത് ഈക്വൽ 1 ആണോ, അല്ല, കാരണം അപ്പൊ അല്ല, കേസ് തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം, ബ്രേക്ക് എന്നുള്ള ഒരു സിൻടാക്സ് കൂടി ഉണ്ട്. ഓക്കെ, ബ്രേക്ക് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ബ്രേക്ക് എന്ന് കൊടുത്തു, പിന്നെ ഫുൾ സെമിക്കോളം കൊടുത്തു. എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഞാൻ പറഞ്ഞ നമ്പർ എന്നുള്ളത് ഈക്വൽ 1 ആണെങ്കിൽ ഇപ്പൊ അല്ല, ആണെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് വരും, ഇത് പ്രിന്റ് ആവും. പ്രിന്റ് ആയതിനു ശേഷം ഈ സ്വിച്ച് കേസ് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. ബ്രേക്ക് ആവണം, ഇത് സ്വന്തമായിട്ട് എന്ത് ചെയ്യില്ല, ബ്രേക്ക് ആവൂല. പിന്നെ മൾട്ടിപ്പിൾ എല്ലാ കേസസിലും പോയിട്ട് ഇത് ചെക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഈ ബ്രേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഒന്നും കൂടി എക്സാമ്പിൾ വരുമ്പോൾ എന്തെങ്കിലും ചെക്ക് ചെയ്യും. അപ്പൊ ഇപ്പൊ ചെക്ക് ചെയ്യും, നമ്പർ ഈക്വൽ 1 ആണോ, അല്ല, അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, കേസ് 2 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഫുൾ കോളം കൊടുത്തു. എന്നിട്ട് ചെക്ക് ചെയ്യും, നമ്പർ ഈക്വൽ 2 അല്ല, അപ്പൊ എന്ത് ചെയ്യും, സോറി, ആണെങ്കിൽ എന്ത് ചെയ്യും, SOP അതായത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിലേക്ക് പോയി. പിന്നെ എന്തായി, നമുക്ക് എന്താണ് കേസ് 2 എന്ന് കൊടുക്കാം. കേസ് 2 എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, പ്രിന്റ് ആയി. പിന്നെ വീണ്ടും എന്ത് ചെയ്യും, ഇതാണെങ്കിൽ എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. പിന്നെ അടിയത്തെ ഒന്നും എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല, മനസ്സിലാക്കാം. പിന്നെ എന്ത് ചെയ്യും, കേസ് 3യിലേക്ക് പോകും. കേസ് 3 ആണെന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ പറ്റും. ദിസ് ഈസ് കേസ് 3 എന്നുള്ളത് ഞാൻ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, പ്രിന്റ് ആവും. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ബ്രേക്ക് എന്നുള്ള ഒരു സംഭവം കൂടി ഞാൻ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ എന്താന്ന് വെച്ചാല്, ഇപ്പൊ സ്വിച്ച് നമ്പറിൽ ആദ്യം എന്ത് ചെയ്യും, ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ ഇപ്പൊ എൽസിഫ് ആണെങ്കിലോ, നമ്പർ ഈക്വൽ ആണോ എന്ന് വേണ്ടി ഒരു ഇഫ് അടിക്കണം. പിന്നെ എന്ത് ചെയ്യും, എൽസിഫ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കണ്ടീഷൻ ഇടണം.
ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് പോണ്ടി വരും. പക്ഷെ നമ്മുടെ കേസിലോ സ്വിച്ച് കേസിലോ ഒരു നമ്പർ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതിനോട് ഈക്വൽ 1 ആണോ 2 ആണോ കേസ് 3 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്തത്. അപ്പൊ ചെക്ക് ചെയ്ത് പോകുമ്പോൾ എന്തായി, ആ സംഭവം ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് എന്ത് ചെയ്യാം, പോയിക്കൊണ്ടേയിരിക്കാം. ഇനി നമുക്ക് എന്താണ് സംഭവം റെഡി ആവണം, മീൻസ് നമ്പർ ഈക്വൽ ആവണം. അതിനു വേണ്ടി ഞാനിപ്പോ ഇവിടെ കൊടുക്കുകയാണ് എന്ത്, നമ്മിന് പകരം 10. അതായത് കേസ് നമ്മ് ഈക്വൽ 10 ആണോ, ആണെങ്കിൽ എന്ത് ചെയ്യും, ദിസ് ഇസ് കേസ് 10 എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യും, പ്രിന്റ് ആവും. പ്രിന്റ് ആയ ഉടനെ ബ്രേക്ക് ആവും. പിന്നെ അടിയിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ തന്നെ അത് ചെക്ക് ചെയ്യില്ല, അത് അപ്പൊ തന്നെ ബ്രേക്ക് ആവും. സ്വിച്ച് കേസ് എന്ത് ചെയ്യും, പുറത്ത് വരും. മനസ്സിലായോ? അതിനാണ് ഈ ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, വീണ്ടും ലാസ്റ്റ് ഒരു സംഭവം സിന്റാക്സും കൂടി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്. ഡിഫോൾട്ട് ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ എൽസിന് അതേ കേസാണ്. അതായത് ഡിഫോൾട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ ഫുൾ കോളം കൊടുത്തതിന് ശേഷം പിന്നെ ഇതിന്റെ ഈ ഡിഫോൾട്ടിന്റെ അടിയിൽ എന്ത് ചെയ്യുക, എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ നമ്മൾ സംതിങ് ആണ് എൽസിൽ പ്രിന്റ് ചെയ്തത്. അപ്പൊ ഇവിടെയും സംതിങ് എന്നാണ് കൊടുക്കുന്നത്. സംതിങ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ സംഭവം എന്തായി, ആ ഡിഫോൾട്ട് പ്രിന്റ്. അതായത് ഇതൊന്നും ഈ കേസിലൊന്നും യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് എന്താണോ കൊടുത്തത് അതെന്ത് ചെയ്യും, പ്രിന്റ് ആവും. മനസ്സിലായോ? ഇത്ര തന്നെയാണ് എന്ത്, സ്വിച്ച് കേസ്. അപ്പൊ സ്വിച്ച് കേസിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്തിട്ടില്ല, അതിൽ അവസാനം എന്ത് ചെയ്താൽ മതി, ക്ലോസ് ചെയ്താൽ മതി. അപ്പൊ സ്വിച്ച് കേസ് സംഭവം റെഡിയായി. ഇത്രയാണ് സ്വിച്ച് കേസ്. ഇത് മനസ്സിലാക്കുക. ഇത് കണ്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്യുക, എന്നിട്ട് നോക്കുക. എന്നിട്ടും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്തുണ്ട്, ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതെടുത്തിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കണം. ഓക്കെ, എന്നാ ഓക്കെ. അത് നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. നേരത്തെ ഇഫ് എൽസ് ആ കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ഇനി ചെയ്ത് നോക്കാം എന്താ ഔട്ട്പുട്ട് കിട്ടാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇഫ് എൽസ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, എൽസിഫ് ആണ്. ഇപ്പൊ എൽസിഫ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ഇത് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസിലാണെങ്കിൽ Ctrl/ എന്നുള്ള കീബോർഡ് അമർത്തുക. അല്ലെങ്കിൽ മറ്റേ മാക്കിലാണെങ്കിൽ കമന്റ്/ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, കമന്റ് ആയി മാറി ഈ സ്ക്രീനിൽ കാണുന്ന പോലെ. ഓക്കെ, ഞാനിപ്പോ തൽക്കാലം എന്ത് ചെയ്യാണ്, അത് മൊത്തം കളയാണ്. അല്ലാതെ സേവ് ചെയ്ത് വെക്കട്ടോ. അതായത് അടുത്ത ഒരു ഫയൽ ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. ഫയൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, സൈഡിൽ കാണുന്ന കാണുന്നോ ഈ ഒരു ഐക്കൺ ന്യൂ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫയൽ ഒരു സാമ്പിളിനോ അല്ലെങ്കിൽ സംതിങ് കൊടുത്തിട്ട് ജാവ എന്ന് കൊടുത്താൽ അടുത്ത ഫയൽ ക്രിയേറ്റ് ആവും. നിങ്ങൾക്ക് അവിടെയും എന്ത് ചെയ്യാൻ പറ്റും. അതായത് പ്രീവിയസ് ഡാറ്റ പോകുന്നില്ല. ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എൽസിഫ് ഡോട്ട് ജാവ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്നത്, തൽക്കാലം ഈ എൽസ് എന്നുള്ളത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്പർ അസൈൻ 10ഉം അതുപോലെ നമ്പർ 30 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിളും കൂടി ഞാൻ ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്യാണ്. num2 അസൈൻ ഒരു 40 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് താഴെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇഫ് കണ്ടീഷനിൽ എന്താ കൊടുക്കുന്നത്, നം ഗ്രേറ്റർ ദാൻ num1. കണ്ടീഷൻ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും അല്ലേ. നമ്മളിവിടെ തൽക്കാലം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് കൊടുക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 1 കൊടുത്തു. പിന്നെന്താ നമുക്ക്, അതായത് കണ്ടീഷൻ ഫോൾസ് അല്ലേ, എന്നുള്ളത് വലുതും നമ്പർ എന്നുള്ളത് ചെറുതും. കണ്ടീഷൻ ഫോൾസ് ആണ്. കാരണം എന്താ, നമ്പറിന് 30 ആണ്, എന്നുള്ളത് 10 ആണ്. മനസ്സിലാക്കണം. അപ്പൊ ചെറുതല്ല, അപ്പൊ വലുതാണ് ശരിക്കും നമ്പറിന്. അപ്പൊ ഇവിടെ ചെറുതെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കണ്ടീഷൻ ഫോൾസ്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് എൽസിഫ് എന്ന് കൊടുത്തു. എന്നിട്ട് കണ്ടീഷൻ കൊടുക്കാണ്. ഇത് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാണ്. ഒരു കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽസിഫ് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ചെക്ക് ചെയ്യുന്നു, num1 ഗ്രേറ്റർ ദാൻ ഓർ അല്ലെങ്കിൽ ലെസ് ദാൻ
num3. ഓക്കെ, num3 എന്നുള്ളത് ഞാൻ കൊടുത്തു. എന്നിട്ട് കണ്ടീഷനിൽ ഞാൻ എന്ത് ചെയ്തു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഇപ്പോഴും കണ്ടീഷൻ എന്താണ് ശരിക്കും, അതായത് നമ്പർ എന്നുള്ളത് ചെറുതും num3 എന്നുള്ളത് വലുതുമാണ് അല്ലേ, കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കാന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കേസിൽ ഏതാ പ്രിന്റ് ചെയ്യേണ്ടത്, ഈ 9th ലൈനിലുള്ള സ്റ്റേറ്റ്മെന്റ് 2. കാരണം എന്താ, അതാണ് ആ കണ്ടീഷനാണ് ശരി, അതല്ലാതെ ഇഫിന്റെ ആ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ അതാണ്, അതായത് സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ളതാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. നോക്കാം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യുക, ടെർമിനൽ ഓപ്പൺ ചെയ്ത് ജാവ സി കമ്പൈൽ ചെയ്യുക, സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുത്ത് കമ്പൈൽ ചെയ്തതിനു ശേഷം, കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ എറർ വരും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എറർ ഉണ്ട്. ഇവിടെ എന്താ എറർ, സിസ്റ്റം ഡോട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സെമി കോളം കൊടുത്തിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് എറർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതെന്ത് ചെയ്യുക, കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് ശേഷം പിന്നെ റൺ ചെയ്യാം. ഓക്കെ, അത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും കമ്പൈൽ ചെയ്യുക, ജാവ എന്നുള്ളത് കൊടുത്ത് എൻ്റർ കൊടുത്താൽ കമ്പൈൽ ചെയ്യും. പിന്നെ റൺ ചെയ്യാൻ വേണ്ടി ജാവ സാമ്പിൾ ജാവ എന്നുള്ളത് കൊടുത്തിട്ട് ഇതേ റൺ ചെയ്യാം. കണ്ടോ, സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ളത് പ്രിന്റ് ആയി. കാരണം എന്താ, കാരണം എന്നുള്ളത് ഇഫ് കണ്ടീഷനിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഫോൾസ് ആയി വീണ്ടും ചെക്ക് ചെയ്യാണ്. ഫോൾസ് ആകുമ്പോൾ അത് അവിടെ നിൽക്കൂലല്ലോ, താഴത്തേക്ക് വരും. വീണ്ടും ചെക്ക് ചെയ്യാണ് എൽസ് ഇഫ് എന്നുള്ളത്. അവിടെയും കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ നോക്കുമ്പോൾ അത് ട്രൂ ആണ്. ട്രൂ ആയപ്പോൾ എന്തായി, നമ്മൾ സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ളത് പ്രിന്റ് ആയി. ഓക്കെ, അതും നമുക്ക് എന്ത് ചെയ്യാം, ഫോൾസ് ആക്കി നോക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എൽസ് എന്നുള്ള, അതായത് ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നും, അതായത് കണ്ടീഷൻ ഒന്നും വർക്കായില്ല, ട്രൂ അല്ല, ഫോൾസ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, എൽസ് ഇഫിന്റെ അടുത്ത് ആ കണ്ടീഷനിൽ ആ ലെസ് ദാൻ ഉള്ളത് ഒന്ന് ഗ്രേറ്റർ ദാൻ ആക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഗ്രേറ്റർ ദാൻ ആക്കി കൊടുക്കുക. അപ്പൊ എന്താണ്, അപ്പോൾ ഫോൾസ് ആണ്. കാരണം എന്താ, നമ്പറിന്റെ വാല്യൂ 30 ആണ്, num3ന്റെ വാല്യൂ 40 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നതോ, നമ്പറിന് വലുതും num3 എന്നുള്ള 40 എന്നുള്ളത് ചെറുതുമാണെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആകുമ്പോൾ നേരെ എന്ത് ചെയ്യും, എൽസിലേക്ക് പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എൽസിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. എൽസിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രിന്റ് എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സംതിങ് എന്ന് കൊടുക്കാം. എനിക്ക് ഇവിടെ എന്തും കൊടുക്കാം കേട്ടോ, കണ്ടീഷൻ ലാസ്റ്റ് കണ്ടീഷൻ, ഡിഫോൾട്ട് കണ്ടീഷൻ എല്ലാം കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സംതിങ് കൊടുത്തു, സേവ് ചെയ്തു, വീണ്ടും റൺ ചെയ്യാണ്. ഇപ്പം എന്താ സംഭവിക്കുക എന്ന് ചിന്തിച്ച് നോക്കിയേ. ഇഫിൽ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫിൽ കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പോൾ എന്ത് ചെയ്യും, എൽസ് ഇഫിൽ വരും. എൽസ് ഇഫിലും എന്താണ്, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസ് ആണെങ്കിൽ നേരെ ഡിഫോൾട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് എന്ത്, എൽസ്. അപ്പോൾ എൽസ് ആണ് ഇത് വർക്ക് ചെയ്യാം. അപ്പോൾ കമ്പൈൽ ചെയ്യുക, സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത്. ഇപ്പോൾ എററൊന്നുമില്ല. അപ്പോൾ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കണ്ടോ, സംതിങ് എന്നുള്ളത് പ്രിന്റ് ആയി. കാരണം എന്താ, ഇതൊക്കെ ഫോൾസ് ആകുമ്പോൾ അവസാനം ഡിഫോൾട്ടായിട്ട് എൽസ് ഉണ്ട്. അപ്പോൾ എൽസ് ആണ് എന്തായത്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എൽസിഫ് ആണോ ആണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ പോണ്ടി വരും. അതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത്, സ്വിച്ച് കേസ് ആണ് ഉപയോഗിക്കുന്നത്. ആ സ്വിച്ച് കേസും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് നോക്കുക, എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇത് സേവ് ചെയ്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ സ്വിച്ച് കേസ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഫയൽ കിട്ടുക, സ്വിച്ച് ഡോട്ട് ജാവ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ സാമ്പിളിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിലെന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സാമ്പിളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാതെ അത് സേവ് ചെയ്ത് പിന്നീട് ആവശ്യം വരും നിങ്ങൾക്ക്. അപ്പം എന്ത് ചെയ്യുക, അത് വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ പറഞ്ഞതും ഡിലീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, ഇൻറ്റ് നം അസൈൻ
ഒരു 10 എന്ന് കൊടുക്കാം. ഓക്കെ, 10 കൊടുത്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം 10 ഈക്വൽ ഏത് കേസിനാണോ ആ കേസാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ ബോർഡിൽ പറഞ്ഞതുപോലെ. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ചിന് വേണ്ടി എന്ത് ചെയ്യുക, സ്വിച്ച് എന്നുള്ള കൊടുക്കുക. പിന്നെ ഓക്കെ, സ്വിച്ച് എന്ന് കൊടുക്കുക. പിന്നെ ഒരു കണ്ടീഷൻ എഴുതാൻ വേണ്ടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആ കണ്ടീഷൻ എഴുതേണ്ടത്. എന്താ കണ്ടീഷൻ ഒന്നുമില്ല, എന്ന് കൊടുത്താൽ മതി. നം ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് കേസിലാണ്. അത് ഞാൻ ബോർഡിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആ കാണാത്തവർ വീണ്ടും ഒന്ന് കാണാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. എന്നിട്ടാണ് എന്ത് ചെയ്തത് നമ്മൾ കേസ് എഴുതുന്നത്. കേസ് എഴുതി 1 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. 1 എഴുതിയതിന് ശേഷം എന്താണ് ഫുൾ കോളം. ഓക്കെ, ഫുൾ കോളം എഴുതിയതിന് ശേഷം എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യേണ്ടത്, ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നമ്മൾ എന്ത് എഴുതേണ്ടത്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്നുള്ള സംഭവം ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, നം ഈക്വൽ ടു 1. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ട്രൂ ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും. അതായത് എന്നുള്ളത് ഇവിടെ കാണുന്ന സ്വിച്ച് കേസിലുള്ള എന്നുള്ളത് ഈക്വൽ കേസ് 1-നോടാണോ എന്ന് ചെക്ക് ചെയ്യും. 1-നോടാണെങ്കിൽ എന്ത് ചെയ്യും, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിലാണ് എന്ത് ചെയ്യുന്നത് പ്രിന്റ് ആവുക. ഓക്കെ, അതല്ലാത്ത കേസിൽ, അതായത് അതാണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ പറഞ്ഞിരുന്ന ഒരു ബ്രേക്കിന്റെ കേസ് ബ്രേക്ക് ചെയ്യും. അവിടെ ബ്രേക്ക് ചെയ്യുന്ന വെച്ചാൽ ഒന്നാമത്തെ കേസിൽ തന്നെ വർക്കായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കേസ് അതൊക്കെ വർക്കാവേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ തന്നെ ബ്രേക്ക് എന്നുള്ളത് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും, കണ്ടീഷൻ ബ്രേക്ക് ചെയ്യും. അപ്പൊ സ്വിച്ച് കേസിന്റെ പുറത്ത് വരും. ഓക്കെ, അപ്പൊ അതല്ല, ഇനി ഒന്നാമത്തെ കേസ് അല്ല, രണ്ടാമത്തെ കേസാണ്. അപ്പൊ എന്ത് ചെയ്യും, കേസ് 2 എന്ന് കൊടുക്കും. പിന്നെ ഫുൾ കോളം കൊടുത്തിട്ട് പിന്നെയും സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ എന്ത് ചെയ്യും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നം ഈക്വൽ ടു 2 എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താവും, വീണ്ടും ഇത് ചെക്ക് ചെയ്യും, കേസ് 2 ആണോ എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, ഈക്വൽ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ, വീണ്ടും അടുത്തത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ കേസ് 1 കേസ് 2 ഇട്ടു. ശരിക്കും നോക്കിയാൽ നമ്മിന്റെ വാല്യൂ എത്ര, 10 ആണ്. 10 നോക്കുമ്പോൾ 1-നോട് ഈക്വൽ ആണോ, കേസ് 1 ഇല്ല. 2-നോട് ഈക്വൽ ആണോ, അല്ല. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഞാനൊരു കണ്ടീഷൻ ട്രൂ ആയിട്ടുള്ള കേസ് 10 എന്നുള്ളത് ഇട്ട് കൊടുക്കാണ്. ഓക്കെ, കേസ് 10 ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫുൾ കോളം, എന്നിട്ട് എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ എന്താണ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നം ഈക്വൽ ടു 10 എന്നുള്ളത് ഞാനിപ്പോൾ കൊടുക്കാം. ഓക്കെ, 10 എന്ന് കൊടുക്കണം. ഓക്കെ, ഇപ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആണ്. കാരണം എന്നുള്ള ഈക്വൽ 10 കേസ് 10-നോട് ഈക്വൽ ആണ്. അപ്പൊ എന്ത് ചെയ്യും, നമുക്കിത് പ്രിന്റ് ചെയ്യും. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഓക്കെ, ബ്രേക്ക് എന്ന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ കേസിൽ 10-നോട് ഈക്വൽ ആകുമ്പോൾ ബ്രേക്ക് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ നമുക്ക് ഇത് പ്രിന്റ് ആവും. മനസ്സിലായോ? ഇനി ഇതിലൊന്നും യോജിപ്പില്ല, മീൻസ് ഞാൻ പറയുന്നത് ഇപ്പോൾ 1 കൊടുത്തു 2 കൊടുത്തു, ഇവിടെ 10-ന് പകരം 3 ആണ് കൊടുത്തത്. ശരിക്കും എന്നുള്ളത് ഈ 3-നോട് എന്താവില്ല, ഈക്വൽ ആവില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, ഡിഫോൾട്ട് ആയിട്ട് ഒരു സംഭവം വേണം. അതായത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ എൽസ്, അതായത് ഈ പറഞ്ഞ കണ്ടീഷനുകളൊന്നും ട്രൂ അല്ലെങ്കിൽ എല്ലാതും ഫോൾസ് ആണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡിഫോൾട്ട് എന്നുള്ള ഒരു കീവേഡാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഡിഫോൾട്ട് എന്ന് കൊടുക്കുക. ഡിഫോൾട്ട് എന്ന് കൊടുത്തതിന് ശേഷം ഫുൾ കോളം കൊടുത്തിട്ട് നമ്മൾ കണ്ടീഷൻ എഴുതാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന് കൊടുക്കാം. ഓക്കെ, പ്രിന്റിൽ എന്ത് കൊടുക്കും, സംതിങ് എൽസ് എന്ന് കൊടുക്കാം. ഓക്കെ, സംതിങ് എൽസ് എന്ന് കൊടുക്കും. അപ്പൊ എന്തായി, സ്വിച്ച് കേസ് നമുക്ക് അങ്ങനെ വർക്കാവും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താ കണ്ടീഷൻ വർക്കാവുന്ന, ഏതാ,
കേസ് 10 ആണ്. കാരണം എന്താ, നമ്മിനോട് ഈക്വൽ ഏതാണ്, കേസ് 10 ആണ്. അപ്പൊ 10 എന്നുള്ളത് നം ഈക്വൽ ടു 10 എന്നുള്ളത് പ്രിന്റ് ആവും. അത് നോക്കാം, നമുക്ക് കമ്പൈൽ ചെയ്ത് ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഇനി കമ്പൈൽ ചെയ്യാം. ജാവാസി നമ്മുടെ ഫയൽ നെയിം. ഓക്കെ പിന്നെ എന്ത് ചെയ്യും, റൺ ചെയ്ത് നോക്കാം. സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കണ്ടോ, നം ഈക്വൽ ടു 10. നം എന്നുള്ളത് ഈക്വൽ 10 ആണ്. കാരണം എന്താ, കേസ് 10 ആയതുകൊണ്ട്. മനസ്സിലായോ, നം ഈക്വൽ 10 അല്ലേ. ഇനി നമുക്കിത് 3 ആക്കി നോക്കാം. കാരണം ഒരു കേസിലും യോജിപ്പില്ലെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞു ഡിഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്യും, ഈ കാര്യമാണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി സേവ് ചെയ്യാം. സേവ് ചെയ്തതിനു ശേഷം കമ്പൈൽ ചെയ്യാം. ജാവ സി സാമ്പിൾ ജാവ, പിന്നെ എന്ത് ചെയ്യുക, വീണ്ടും ജാവ സാമ്പിൾ ഡോട്ട് ജാവ. കണ്ടോ, സംതിങ് എൽസ് എന്നുള്ളത് പ്രിന്റ് ആയി. കാരണം എന്താ, എന്നുള്ളത് കേസ് 1 യോജിപ്പുണ്ടോ, ഇല്ല. കാരണം 1 അല്ല. പിന്നെ 2 ആണോ, അല്ല. 3 ആണോ, അല്ല. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് എന്താണോ കൊടുത്തിട്ടുള്ളത് ആ ഡിഫോൾട്ട് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രിന്റ് ചെയ്ത് കാണുന്നത്. മനസ്സിലായോ? ഓക്കെ, നിങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ എൽസ് ഇഫ് എൽസ് എന്നൊക്കെ പഠിച്ചു അല്ലെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്ത്, കാരണം വീഡിയോയിൽ അത്രയും ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. നിങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഒരു ഇന്റീജർ ഒഴിവാക്കിയിട്ട് ഒരു സ്ട്രിങ് വാല്യൂ വെക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ഫ്രൂട്ട്സ് എന്നുള്ള ഒരു വേരിയബിൾ വെച്ചിട്ട് അതിനെ ഒരു അസൈൻ ചെയ്യുക, എന്തെങ്കിലും ഒരു വാല്യൂ, അത് മാംഗോന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. എന്നിട്ട് ആ വാല്യൂ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതായത് വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാംഗോ ആണെങ്കിൽ കേസ് 1 മാംഗോ ഈക്വൽ മാംഗോ ആണെങ്കിൽ എന്ത് ചെയ്യാം, മാംഗോ പ്രിന്റ് ചെയ്യുക. അത് എൽസിഎഫിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മനസ്സിലായോ? അതായത് ഒരു സ്ട്രിങ്ങിന്റെ വേരിയബിൾ അസൈൻ ചെയ്യുക, എന്നിട്ട് അത് ആ അസൈൻ ചെയ്ത വാല്യൂ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതായത് ഇത് ഫ്രൂട്ട്സ് ആണോ, ഇത് ഇന്ന ഫ്രൂട്ട്സ് ആണോ, ആണെങ്കിൽ എന്ത് ചെയ്യണം, നല്ല സ്വീറ്റ്. അതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് നിങ്ങൾ തന്നെ സ്വന്തം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്താണോ പറഞ്ഞത് അത് മാത്രം ചെയ്തിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഓരോന്നും നിങ്ങൾ സ്വന്തം ചിന്തിച്ച് എന്ത് ചെയ്യുക, ഓരോന്നും ഉണ്ടാക്കുക. ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ് ഒരു ഫ്രൂട്ട്സിന്റെ കാര്യം, അത് വെച്ച് നിങ്ങൾ ചെയ്തു. അതുപോലെ പല ഡാറ്റ ടൈപ്പ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോന് വേണ്ടി കാത്തു വെക്കുക. നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കീപ് വാച്ചിങ്.